ഏകദേശം ദശലക്ഷ വർഷങ്ങൾക്ക് മുമ്പ് സത്യയുഗത്തിൽ രംഭ എന്ന രാക്ഷസന്റെ ഭാര്യ മഹിഷി ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സ്വയം ബലിയർപ്പിച്ചു. പിന്നീട് ആ എരിയുന്ന ചിതയിൽ നിന്ന് മഹിഷാസുരനെ കൂടാതെ പുറത്തു വന്നു രക്തബീജൻ. സ്വയം രംഭയും കഴിഞ്ഞ ജന്മത്തിൽ അഗ്നിദേവനെ ഘോര തപസ്സു ചെയ്ത കാരണത്താൽ ഈ ജന്മത്തിൽ രക്തബീജനായി പൂർണ്ണ ജന്മമെടുത്തു തിരിച്ചു വന്നവൻ. രക്തബീജൻ അതിചാതുരനും കൂടാതെ അത്യന്തം ശക്തിശാലിയുമായിരുന്നു. എന്നിട്ടും അയാൾ തൻ്റെ ബലത്തിൽ സംതൃപ്തനായില്ല. അതിനാൽ അയാൾ അമരനാകാൻ ആഗ്രഹിച്ചു. കാട്ടിലേക്ക് നടന്ന് പിന്നീട് ബ്രഹ്മദേവന്റെ തപസ്സു തുടങ്ങി അനേകം വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് വന്നില്ല. പക്ഷേ രക്തബീജൻ തൻ്റെ തപസ് നിർബാധം തുടർന്നു. അയാൾ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി തൻ്റെ തപസ് തുടരാൻ നിരന്തരം പ്രയത്നിച്ചു. അവസാനം ബ്രഹ്മദേവന് രക്തബീജന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ബ്രഹ്മദേവൻ അവനെ ഘോര തപസ്സിൽ നിന്ന് ഉണർത്തി വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. രക്തബീജൻ ബ്രഹ്മദേവനെ അഭിവാദനം ചെയ്ത് അദ്ദേഹത്തോട് നേരിട്ട് അമരനാവാനുള്ള വരം ചോദിച്ചു. ഇത് ബ്രഹ്മാവിനെ ചിന്തയിലാക്കി. നീണ്ട ആലോചനയ്ക്കൊടുവിൽ ബ്രഹ്മാവ് രക്തബീജന്റെ അമരനാവാനുള്ള ആവശ്യത്തെ തള്ളിക്കളഞ്ഞു. പക്ഷേ അദ്ദേഹം രക്തബീജന് ഇപ്രകാരം വരം നൽകി. വാസ്തവത്തിൽ ഈ വരദാനത്തിലൂടെ രക്തബീജന്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും അത് ഭൂമിയെ തൊട്ടാലുടൻ വേറൊരു രക്തബീജൻ ജനിക്കും. അയാളുടെയും രക്തം ഭൂമിയിൽ വീണാൽ ഉടൻ വേറൊരു രക്തബീജൻ ഉടലെടുക്കും. ഇതിനർത്ഥം രക്തബീജന്മാരുടെ ഉൽപാദനത്തിന് ഒരു അതിരുമില്ലെന്നാണ്. വരദാനം കൊടുത്ത ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. ഇതിനുശേഷം രക്തബീജൻ ജയഭേരി അടിച്ച് നേരെ പാതാളത്തിലേക്കാണ് പോയത്, മഹിഷിയുടെ രാജ്യത്ത്. എന്തെന്നാൽ തൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ രംഭനായ താൻ മഹിഷിയും സംഘത്തിൻ്റെയും കൈയാൽ മരണപ്പെട്ടിരുന്നു. ഇതിനു പ്രതികാരം ചെയ്യാനായി വീണ്ടും തിരിച്ചു വന്ന് അയാൾ മഹിഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് രക്തബീജൻ മഹിഷിയുടെ സാമ്രാജ്യത്തിന് ഉള്ളിൽ കുത്തും കൊലയുമായി നാശം വിതച്ചു. അയാൾ ഒറ്റയ്ക്ക് മഹിഷി സാമ്രാജ്യം പ്രമുഖൻ ഉൾപ്പെടെ എല്ലാ യോദ്ധാക്കളെയും കൊന്നുതള്ളി. പേടിച്ചേരേണ്ട ബാക്കി മഹിഷികളുടെ രാജാവായി സ്വയം ഭരണം ആരംഭിച്ചു. ഈ വിവരം പാതാള ലോകത്തിൽ പടർന്നപ്പോൾ അവിടെയുള്ള സകല അസുരവീരന്മാരും രക്തബീജന്റെ പേര് കേട്ടാലേ വിറയ്ക്കുവാൻ തുടങ്ങി. രക്തബീജൻ മുഴുവൻ പാതാള ലോകത്തിൻ്റെയും സാമ്രാട്ടായി വാഴുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു നാൾ രക്തബീജന് മഹിഷാസുരൻ്റെ ഓർമ്മ വന്നു. മഹിഷാസുരനെ തേടി അയാൾ പാതാള ലോകത്തെവിടെയും മറ്റിടങ്ങളിലെല്ലാം അലഞ്ഞു. അപ്പോഴാണ് അയാൾ അറിഞ്ഞത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മഹിഷാസുരൻ ഒരു 10 കൈകളുള്ള വിശാലകായയായ ദേവിയാൽ വീരഗതി പ്രാപിച്ചെന്ന്. ഇതറിഞ്ഞ രക്തബീജൻ അതീവ കോപിഷ്ഠനായി. പിന്നീട് ദേവി ദുർഗയെ തിരഞ്ഞ് ഭൂമിയിലും ആകാശത്തിലും ഭ്രാന്തനെ പോലെ അലിഞ്ഞു നടന്നു. പക്ഷേ അയാൾക്ക് ദേവിയെ കണ്ടുകിട്ടിയില്ല. എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ശേഷവും അസുരന്മാരിൽ നിന്നും ഉത്തരമൊന്നും ലഭിച്ചില്ല. 10 കൈകളുള്ള വിശാലകായയായ ദേവി എവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന്. അതിനാൽ രക്തബീജൻ അഗാധ ചിന്തയിൽ മുഴുകി. പിന്നീട് അയാൾക്ക് തോന്നി, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 10 കൈകളുള്ള ദേവിയെക്കുറിച്ച് ദേവന്മാരെ പൂജിക്കുന്ന മഹർഷി മുനിമാർക്ക് എന്തെങ്കിലും അറിയുമായിരിക്കും. അയാൾ തൻ്റെ അസുര സൈന്യത്തെ ദേവിയെക്കുറിച്ച് അറിയാൻ മഹർഷിമാരുടെ അടുത്തേക്ക് അയച്ചു. ഇതിനുശേഷം രക്തബീജന്റെ അസുര സൈന്യം അതിക്രൂരമായി 10 കൈകളും വിശാലകായയുമായ ദേവിയെക്കുറിച്ച് ചോദ്യങ്ങൾ തുടങ്ങി. പക്ഷേ ഒരു സന്യാസിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരമില്ലായിരുന്നു. അങ്ങനെ ദേവിയെക്കുറിച്ചുള്ള രക്തബീജന്റെ ക്രൂരമായ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ കശ്യപൻ്റെയും ധനുവിൻ്റെയും മക്കളായ ശുംഭൻ നിശുംഭൻ എന്ന 2 അസുരന്മാർ ഒരു ശാന്തവനത്തിൽ ബ്രഹ്മദേവന്റെ തപസ്സിൽ അനേകം വർഷങ്ങളോളം മുഴുകിയിരുന്നു. ഒരു നാൾ ശുംഭൻ്റെയും നിശുംഭൻ്റെയും മുന്നിൽ ബ്രഹ്മാവ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് അവരോട് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ മറ്റുള്ള അസുരന്മാരെ പോലെ ശുംഭനും നിശുംഭനും അമരനാകാനുള്ള വരം ചോദിച്ചു. ബ്രഹ്മദേവൻ അത് പാടെ തള്ളിക്കളഞ്ഞു. എന്തെന്നാൽ ശുംഭനും അശുംഭനും സ്ത്രീകളിൽ വളരെ ആകർഷിതരായിരുന്നു. സ്ത്രീകളെ വെറും ഭോഗവസ്തുക്കളായി മാത്രമേ അവർ കണ്ടിരുന്നുള്ളൂ. അതിനാൽ ബ്രഹ്മദേവൻ ഇവർ 2 പേർക്കും മഹിഷാസുരൻ നൽകിയ പോലുള്ള വരം തന്നെ നൽകി. ഇതിലൂടെ ശുംഭനും നിശുംഭനും അവരുടെ മരണം ഒരു ശക്തിശാലിയായ സ്ത്രീയുടെ കൈയാൽ മാത്രമേ സംഭവിക്കൂ എന്ന് നേടി. ഇതിനിടയിൽ ഇന്ദ്രദേവൻ ചില വ്യക്തികാരണത്താൽ ശുംഭ നിശുംഭന്മാരുടെ ജ്യേഷ്ഠൻ നമുഖ്യനെ വധിച്ചിരുന്നു. ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ശുംഭനും നിശുംഭനും പാതാളത്തിൽ തങ്ങളുടെ രാജ്യത്തിൽ തിരിച്ചെത്തിയപ്പോൾ ജ്യേഷ്ഠന്റെ വധത്തെക്കുറിച്ച് അറിഞ്ഞു. അവരുടെ ക്രോധത്തിന് അതിരില്ലായിരുന്നു. സ്വർഗലോകം ആക്രമിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. തങ്ങളുടെ അസുരസേനയുമായി
അവർ സ്വർഗ്ഗലോകത്തേക്ക് പുറപ്പെട്ടു. അവിടെ ഇന്ദ്രദേവൻ ഉൾപ്പെട്ട ദേവന്മാരെല്ലാം നൃത്തം ആനന്ദിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്വർഗത്തിൽ ശുംഭൻ്റെയും നിശുംഭൻ്റെയും മറ്റ് അസുരന്മാരുടെയും ആഗമനം തുടങ്ങി. ഇത്രയും വലിയ സേനയെ കണ്ട ദേവന്മാർ ആശങ്കാകുലരാകുകയും അവരും അസുരന്മാരുമായുള്ള യുദ്ധത്തിന് തയ്യാറായി നിലയുറപ്പിച്ചു. പക്ഷേ യുദ്ധം തുടങ്ങാനുള്ള കാഹളം വീഴുന്നതിന് മുമ്പേ നിശുംഭൻ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇന്ദ്രൻ്റെ മേൽ ചാടി വീണു. അപ്പോൾ ഇന്ദ്രദേവനും നിശുംഭനും തമ്മിൽ ഗംഭീര പോരാട്ടം തുടങ്ങി. രണ്ടുപേരും തുല്യാതുല്യമായി പൊരുതുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ദേവന്മാരും അസുരന്മാരും തങ്ങളുടെ യോദ്ധാവിൻ്റെ ജയം കാണാനായി കാത്തുനിന്നു. കുറേ നേരം ശക്തിയുദ്ധവും മല്ലയുദ്ധവും തുടർന്ന് അവസാനം ഇന്ദ്രദേവൻ നിശുംഭനെ തറപറ്റിച്ചു. ഇത് ശുംഭനും നിശുംഭനും അടങ്ങിയ അസുരസേനയുടെ മനോവീര്യത്തെ യുദ്ധത്തിന് മുമ്പ് തന്നെ കെടുത്തിപ്പോയി. ഇന്ദ്രൻ്റെ ജയത്തോടെ ദേവന്മാരുടെ വീര്യം 10 മടങ്ങ് വർദ്ധിച്ചു. പിന്നെ യുദ്ധകാഹളം മുഴങ്ങുകയും ദേവന്മാരുടെയും അസുരന്മാരുടെയും യുദ്ധം തുടങ്ങുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ദേവന്മാർ തങ്ങളുടെ മുഴുവൻ ശക്തിയും ശുംഭൻ്റെയും നിശുംഭൻ്റെയും അസുരസേനയുടെ മുകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ഇതോടെ അസുരസേനയ്ക്ക് ഗുരുതരമായ വീഴ്ചയും തുടങ്ങി. പിന്നീട് ശുംഭനും വിശുംഭനും ഇത് കണ്ട് തങ്ങളുടെ വരം ലഭിച്ച ശക്തി ഉപയോഗിക്കാൻ തുടങ്ങി. അത് ദേവന്മാരെ കാര്യമായൊന്നും ബാധിച്ചില്ല. ഇതേവരെ ദേവന്മാർ അസുരന്മാരോട് ആവേശത്തോടെ ആക്രമണം നടത്തിയിരുന്നു. ശുംഭനും നിശുംഭനും അസുര സൈന്യങ്ങളും ദേവന്മാർക്ക് മുമ്പിൽ തകരുവാൻ തുടങ്ങിയിരുന്നു. ദേവന്മാർ കൂടുതൽ ആക്രമണം നടത്തുകയും അസുരന്മാർ തോൽവിയുടെ വക്കലെത്തുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് തോൽക്കുന്ന അസുരന്മാരുടെ പുറകിൽ നിന്നും ഭയാനകമായൊരു അട്ടഹാസം കേൾക്കാറായി. ഇത് കേട്ട ദേവന്മാർ നിശബ്ദരായി കുറച്ചു നേരത്തേക്ക് ചിന്തയിൽ മുഴുകി. അപ്പോഴതാ വരുന്നു രക്തബീജൻ. നിരാശരും പരാജയത്തിൻ്റെ വക്കിലുമായിരുന്ന അസുരന്മാരുടെ മനസ്സിൽ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ദേവന്മാർക്ക് മുമ്പിൽ നിലയുറപ്പിച്ചു. അവൻ്റെ ഓരോ ചൂട് തട്ടുമ്പോഴേക്കും ഇന്ദ്രലോകം വിറയ്ക്കാൻ തുടങ്ങി. അവനെ കണ്ടപ്പോൾ ഇന്ദ്രൻ ദേവന്മാർ സഹിതം എല്ലാവരും ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി. കാര്യമെന്തെന്നാൽ രക്തബീജൻ തൻ്റെ മുൻ ജന്മത്തിലെ സഹോദരനായ ക്രമനെ വധിച്ച ഇന്ദ്രനോട് പകരം വീട്ടാനായി ഇന്ദ്രലോകത്ത് വന്നതായിരുന്നു. ഇന്ദ്രൻ കുബേരന് ഒരു ആപത്ത് സന്ദേശം അയച്ചു. ക്ഷണത്തിനുള്ളിൽ കുബേരൻ തൻ്റെ യക്ഷപ്പടയുമായി ഇന്ദ്രലോകത്തെത്തി. പിന്നീട് ദേവന്മാരെല്ലാം ചേർന്ന് രക്തബീജനെയും ശുംഭൻ നിശുംഭൻ മുതലായവരെയും തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആക്രമിച്ചു. അങ്ങനെ അവിടെ ഒരു ഘോര യുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധത്തിൽ ദേവന്മാരും അസുരന്മാരും തുല്യ വിശ്വാസത്തിൽ പോരാടുന്നുണ്ടായിരുന്നു. ഇത്തവണ ശുംഭനും നിശുംഭനും ദേവന്മാർക്ക് ഒരു കനത്ത പ്രഹരം തന്നെ നൽകാൻ തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് രക്തബീജൻ ഒറ്റയ്ക്ക് യക്ഷന്മാരോട് മല്ലിട്ട് അവരെ ഇല്ലാതാക്കുകയായിരുന്നു. യുദ്ധം തുടർന്നു പോയെങ്കിലും കുറച്ചു നേരത്തിനു ശേഷം ദേവന്മാരുടെ മുഴുവൻ യക്ഷസേനയും നാമാവശേഷമായി. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി അസുരന്മാർക്ക് അനുകൂലമായി. അതിനുശേഷം രക്തബീജൻ ഉൾപ്പെടെയുള്ള ശുംഭനും നിശുംഭനും എല്ലാ ദേവന്മാരെയും ഒരുമിച്ച് ആക്രമിച്ചു. അവരെ ഭയന്ന് ഇന്ദ്രദേവനും കുബേരനും മറ്റെല്ലാ ദേവന്മാരും സ്വർഗത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നു. പിന്നീട് രക്തബീജൻ്റെ സഹായത്തോടെ ശുംഭനും നിശുംഭനും സ്വർഗം പൂർണ്ണമായും കീഴടക്കി. അവർക്ക് രക്തബീജനിൽ വളരെയധികം മതിപ്പ് തോന്നി. ശുംഭനും നിശുംഭനും രക്തബീജനോട് തങ്ങളുടെ സേനാപതിയാകുവാനായി അഭ്യർത്ഥിച്ചു. കൂടാതെ അയാളുടെ എല്ലാ കാര്യങ്ങളിലും തുല്യ പങ്കാളിത്തം നൽകാമെന്ന വാഗ്ദാനവും നൽകി. രക്തബീജൻ ഈ പ്രസ്താവനയെ അംഗീകരിച്ചു. ഇതോടൊപ്പം ശുംഭനും നിശുംഭനും അവരുടെ വളരെ ശക്തരും പ്രമുഖരുമായ 2 അസുര സഹോദരങ്ങളായ ചണ്ഡുവും മുണ്ടനും ഇവരെ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കാനായി പറഞ്ഞയച്ചു. ദേവന്മാർ ഇതിനകം എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഭൂമിയിലുള്ള കൈലാസത്തിലെത്തി മഹാദേവനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാദേവനാകട്ടെ ഗാഠമായ ധ്യാനത്തിൽ മുഴുകിയിരുന്നു. സഹായ അഭ്യർത്ഥന കുറേ നേരം ഉയർന്നിട്ടും മഹാദേവൻ ധ്യാനം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ പാർവതി ദേവി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ദേവന്മാരോട് അവരുടെ സങ്കടത്തിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ദേവന്മാർ അവരോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. ദേവന്മാരെ അന്വേഷിച്ചു വന്ന അസുര സഹോദരങ്ങളായ ചണ്ഡുവും മുണ്ടനും ഇതിനിടയിൽ കൈലാസത്തിലെത്തി ദേവന്മാരുടെ സംഭാഷണമെല്ലാം ഒളിഞ്ഞു കേട്ടു. അപ്പോഴാണ് ചണ്ഡുമുണ്ടന്മാരുടെ ശ്രദ്ധ പാർവതീദേവിയിൽ പെട്ടത്. കണ്ണിമയ്ക്കാതെ അവർ ദേവിയെ നോക്കിക്കൊണ്ടിരുന്നു. ഇത്രയും സുന്ദരിയായ സ്ത്രീയെ അവർ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അവരുടെ മുഴുവൻ ശ്രദ്ധയും ദേവന്മാരിൽ നിന്നും ദേവിയിലേക്ക് തിരിഞ്ഞു. അവർക്ക് നിയന്ത്രിക്കാനാവാതെ കൈലാസത്തിൽ നിന്നും തിരിച്ചോടി സ്വർഗത്തിലെത്തി യജമാനന്മാരായ ശുംഭനോടും നിശുംഭനോടും
കൈലാസത്തിലെ പാർവതി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വിശദമായി വർണ്ണിച്ചു. ഇത് കേട്ട ശുംഭനും നിശുംഭനും പാർവതി ദേവിയെ തങ്ങളുടെ സ്വർഗത്തെ റാണിയാക്കാനുള്ള സ്വപ്നം കാണാൻ തുടങ്ങി. അവർ ചണ്ടുമുണ്ടന്മാരോട് കൈലാസത്തിൽ പോയി ദേവി പാർവതിയോട് ശുംഭൻ്റെയും നിശുംഭൻ്റെയും പത്നിയായി സ്വർഗത്തെ റാണിയാവാനുള്ള പ്രസ്താവനയുമായി പോകാൻ പറഞ്ഞു. അഥവാ റാണി ഈ പ്രസ്താവന നിരസ്കരിച്ചാൽ ബലം പ്രയോഗിച്ച് സ്വർഗലോകത്തേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവും നൽകി. ഇതിനായി കൈലാസത്തിലുള്ള ദേവന്മാരെ കണക്കിലെടുത്ത് ശുംഭനും നിശുംഭനും 1,00,000 അസുര സൈന്യമായി ചണ്ടുവിനെയും മുണ്ടനെയും അയച്ചു. അവിടെ പാർവതി ദേവി എല്ലാ ദേവന്മാർക്കും വീണ്ടും യുദ്ധം ചെയ്യാനുള്ള രണതന്ത്രം വിവരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചണ്ടുമുണ്ടന്മാർ ഉൾപ്പെടെയുള്ള അസുര സൈന്യം അവരെ ഭീഷണിപ്പെടുത്തുകയും ശിവഗണങ്ങളെ പരാജയപ്പെടുത്തി മുന്നോട്ട് നീങ്ങി മഹാദേവന്റെ പുണ്യസ്ഥലത്ത് എത്തുകയും ചെയ്തു. ഇത് കണ്ട ദേവന്മാർ കോപത്താൽ വരയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാർവതി ദേവി ഉടനെ അവരെ ശാന്തരാക്കി. പിന്നീട് ചണ്ടുവും മുണ്ടനും മുന്നോട്ട് വന്ന് പാർവതി ദേവിയോട് ശുംഭനും നിശുംഭനും നൽകിയ നിർദ്ദേശപ്രകാരം പാർവതിയോട് സ്വർഗത്തിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു. ഇത് കേട്ട പാർവതി ദേവി വളരെ ക്ഷുഭിതയായി അവരോട് തങ്ങളുടെ വലിയ സൈന്യവുമായി തിരിച്ചു പോകാൻ ആജ്ഞാപിക്കുന്നു. ഇത് കേട്ട ചണ്ടുമുണ്ടന്മാർ പാർവതി ദേവിയെ അധിക്ഷേപിക്കാൻ തുടങ്ങുന്നു. ദേവന്മാർക്ക് ഇത് കേട്ടപ്പോൾ നടുക്കമുണ്ടായി. പാർവതി ദേവി അത്യന്തം ക്ഷുഭിതയുമായി. ദേവീ ലോകത്തിൽ ഇരിക്കുന്ന ദുർഗാദേവിയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ അധിക്ഷേപങ്ങൾ കേട്ട് ദേവി വളരെ കോപിച്ചു വിറച്ചു. ചണ്ടുമുണ്ടന്മാർ നേർവഴിക്ക് ദേവി വരുന്നില്ലെങ്കിൽ അവരുടെ മൂടി പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ദുർഗാദേവിക്ക് തൻ്റെ അവതാരമായ പാർവതി ദേവിയെ അപമാനിക്കുന്നത് സഹിക്കാനാവാതെ വന്നു. ഉടനെ ദുർഗാദേവി കൈലാസത്തിലേക്ക് മഹാദേവന് ഒരു ദിവ്യ സന്ദേശം നൽകി. മറ്റൊരു ദിവ്യ സന്ദേശം പാർവതിക്കും നൽകി. ദുർഗാദേവി പാർവതിയിൽ നിന്ന് അവരുടെ ഒരംശം മഹാദേവൻ്റെ തൊണ്ടയിൽ കയറ്റി മഹാദേവൻ്റെ തൊണ്ടയിലിരുന്ന വിഷം കൊണ്ട് നിറച്ചു. പിന്നീട് വിഷം നിറഞ്ഞ അതേ അംശത്തെ വീണ്ടും പാർവതിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. ഈ കാര്യം ദുർഗാദേവിയും പാർവതി ദേവിയും മഹാദേവനും ഒഴിച്ച് വേറെ ആരും കണ്ടില്ല, അറിഞ്ഞതുമില്ല. അപ്പോൾ നേരത്തെ ക്ഷുഭിതയായിരുന്ന പാർവതി ദേവിയുടെ ശരീരം നീല നിറത്താൽ നിറഞ്ഞു. ഇതിനുശേഷം ദേവിയുടെ ശരീരത്തിൻ്റെ ആകൃതിയും മാറാൻ തുടങ്ങി. പിന്നെ പാർവതി ദേവിയുടെ ആകാരവടിവ് പർവ്വതങ്ങളുടെ വലിപ്പം പോലായി. അവരുടെ ഈ കാളി രൂപം കണ്ട ചണ്ടമുണ്ട അസുരഗണങ്ങളെല്ലാം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. ദേവന്മാർ അത്ഭുത സ്തബ്ധരും പക്ഷേ സന്തോഷം നിറഞ്ഞവരും ആയി. അതിനുശേഷം കാളിദേവി ഉച്ചത്തിൽ ഗർജിച്ചു. ആ ഗർജനത്തിൻ്റെ ശക്തിയിൽ ചണ്ടമുണ്ടന്മാരടങ്ങിയ മുഴുവൻ അസുര സൈന്യങ്ങളും ചെവി പൊട്ടി വായുവിൽ കുലുങ്ങി ദൂരത്തേക്ക് വീണു. പിന്നീട് കാളിദേവി തൻ്റെ 2 കൈകളിൽ മൂർച്ചയുള്ള വാളുകൾ പ്രയോഗിച്ച് ലക്ഷക്കണക്കിന് അസുരന്മാരെ നശിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൈലാസം ഉൾപ്പെടെ എല്ലാ കുന്നിൻ പ്രദേശങ്ങളും ദേവിയുടെ ഗർജനത്താലും പാദം ഭൂമി സ്പർശിക്കുമ്പോഴെല്ലാം ഞെട്ടിവിറച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ചണ്ടനും മുണ്ടനും ദേവിയുടെ മുമ്പിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ കോപാകുലയായ ദേവി തൻ്റെ വാളിൻ്റെ ഒരൊറ്റ വീശലിൽ 2 പേരുടെയും തലയറുത്തു. രക്ഷപ്പെട്ട കുറേ രാക്ഷസന്മാർ അപ്പോൾ ഭയന്ന് വിവിശരായി കൈലാസത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി. ശുംഭനിശുംഭന്മാരുടെ അടുത്തെത്തി അവർക്ക് മുന്നിൽ എല്ലാ വിവരവും നൽകാൻ തുടങ്ങി. വിവരം കേട്ട ശുംഭനും നിശുംഭനും അതിശയപ്പെട്ടു പോയി. അവർ പാർവതി ദേവിയുടെ അടുത്തു പോകാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് ബ്രഹ്മാവ് തങ്ങൾക്ക് നൽകിയ വരത്തെക്കുറിച്ച് ഓർത്തുപോയി. അതിൽ ശക്തയായ ഒരു സ്ത്രീയുടെ കയ്യിലൂടെ മാത്രമേ തങ്ങൾക്ക് മരണമുണ്ടാകുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നല്ലോ. പാർവതി ദേവിയുടെ ഈ ഭയാനകവും ഉഗ്രവുമായ രൂപത്തിൻ്റെ വിവരണം കേട്ടപ്പോൾ തന്നെ അവർ അവിടെ തന്നെ നിന്നുപോയി. അപ്പോൾ ശുംഭനും നിശുംഭനും തങ്ങളുടെ സുഹൃത്തും സേനാപതിയുമായ മഹാസംഹാരകനായ രക്തബീജിനെ ഓർത്തു. അവർ കരുതി ഇപ്പോൾ രക്തബീജിന് മാത്രമേ കാളിദേവിയുടെ ഉഗ്രമായ ആ കറുത്ത രൂപത്തെ തടുക്കാനാകൂ. തൻ്റെ ശക്തിയാൽ പാർവതി ദേവിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനും കഴിയൂ എന്ന് അവർ മനസ്സിൽ രക്തബീജിനെ ഓർത്തു. കുറച്ചു സമയത്തിനുള്ളിൽ രക്തബീജൻ ശുംഭനിശുംഭന്മാരുടെ അടുത്തു വന്നു നിന്ന് സ്വർഗത്തിലേക്ക് തന്നെ വിളിക്കാനുള്ള കാരണം തേടി. അതിനുശേഷം ശുംഭനും നിശുംഭനും രക്തബീജനോട് വിവരമെല്ലാം പറഞ്ഞു. കോപാകുലയായ പാർവതി ദേവിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പാർവതി ദേവിയുടെ ഈ ഉഗ്രവും ഭയാനകവുമായ ഇരുണ്ട രൂപത്തിൻ്റെ വിവരണം കേട്ടപ്പോൾ രക്തബീജൻ്റെ മനസ്സിൽ പാർവതി ദേവിയെക്കുറിച്ച് സംശയമുദിച്ചു. ഒരുപക്ഷെ തൻ്റെ വർഷങ്ങളുടെ അന്വേഷണം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് അയാൾ വിശ്വസിച്ചു. അതിനാൽ അയാൾ ശുംഭനിശുംഭന്മാരുടെ ഈ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ച്
കൈലാസത്തേക്ക് പുറപ്പെട്ടു. കൈലാസത്തിൽ കാളിദേവി തൻ്റെ ശാന്തത കൈവരിച്ച് പാർവതി ദേവി രൂപത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പെട്ടെന്നാണ് കൈലാസത്തിൽ രക്തബീജന്റെ ആഗമനമുണ്ടായത്. ആരുടെ രൂപം കണ്ട് ദേവന്മാർ പേടിച്ച് അരണ്ടു പോകുന്നു. അയാൾ ഗർജിച്ചുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. രക്തബീജനെ പോലെയുള്ള ഭീമാകാരനായ അസുരനെ മുന്നിൽ കണ്ട പാർവതി ദേവിയുടെ രക്തം വീണ്ടും തിളയ്ക്കാൻ തുടങ്ങി. പാർവതി വീണ്ടും ഭീമാകാരിയായ കാളീരൂപം ദഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. രക്തബീജൻ തൻ്റെ മുന്നിലുള്ള ഭീമാകാരിയായ ദേവിയെ കണ്ടപ്പോൾ മനസ്സിൽ തീർച്ചയാക്കി തൻ്റെ സംശയം ശരിയാണ്. താൻ അന്വേഷിക്കുന്ന ദുർഗാദേവി തന്നെയാണ് കാളിദേവി. രക്തബീജനും മഹിഷാസുര വധത്തിൻ്റെ പ്രതികാരാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് വർഷങ്ങളോളം ഉള്ളിൽ അടക്കി വച്ചിരുന്ന ക്രോധം പുറത്തെടുത്ത് ദേവി കാളിയുടെ നേരെ തൻ്റെ ഭയാനകവും വിസ്ഫോടകവുമായ അഗ്നിയാൽ പ്രഹരം ആരംഭിക്കുന്നു. എന്നാൽ കാളിദേവിയിൽ ഇത് യാതൊരു ഇളക്കവും സൃഷ്ടിച്ചില്ല. മറിച്ച് അവർ വർദ്ധിച്ച കോപത്തോടെ തൻ്റെ മൂർച്ചയുള്ള നഖങ്ങളാൽ ആക്രമിക്കുകയും രക്തബീജൻ്റെ മുഖമെല്ലാം മുറിവേൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഏതു നിമിഷം രക്തബീജൻ്റെ മുഖത്തെ രക്തം താഴെ ഭൂമിയിൽ പതിച്ചുവോ അപ്പോൾ ഓരോ തുള്ളിയിൽ നിന്നും ഓരോരോ രക്തബീജന്മാർ ഉടലെടുക്കാൻ തുടങ്ങി. ഇതുകണ്ട എല്ലാ ദേവന്മാരും അത്ഭുത സ്തബ്ധരായി. കോപത്താൽ ജ്വലിക്കുന്ന കാളിദേവി തൻ്റെ 2 കൈകളിലും വാളേന്തി ജനിക്കുന്ന ഓരോ രക്തബീജ രൂപങ്ങളെയും വെട്ടിനികത്തി. പക്ഷേ രക്തബീജൻ മരിക്കുന്നതിന് പകരം വീണ്ടും പുനർജനിച്ച് അവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. പിന്നീട് ദേവി 2 കൈകൾ കൂടി ചേർത്തി 4 കരങ്ങൾ ഉപയോഗിച്ച് പുതിയ ജന്മങ്ങളായ രക്തബീജന്മാരെ കൊന്നുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ സംഖ്യ വർദ്ധിച്ചും വന്നുകൊണ്ടിരുന്നു. ദീർഘകാലം യുദ്ധം തുടർന്നെങ്കിലും അതിന് യാതൊരു ഫലവും ഉണ്ടായില്ല. യുദ്ധം വീണ്ടും അനിശ്ചിതമായി നീണ്ടുപോകാൻ തുടങ്ങുന്നത് കണ്ട് ഇന്ദ്രദേവനും സംഘവും ധൈര്യം സംഭരിച്ച് ദേവിയെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. പക്ഷേ യുദ്ധത്തിനായി ദേവന്മാർ മുന്നോട്ട് ചുവടുവെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തിരിഞ്ഞ് ദേവി വന്ന അവരോട് ഈ യുദ്ധത്തിൽ അവർ പങ്കാളികൾ ആകേണ്ടെന്ന് വിലക്കി. ഇത് കേട്ട ദേവന്മാർ കാളിദേവിയുടെ ക്രോധത്തെ ഭയന്ന് യുദ്ധത്തിൽ നിന്നും പിന്മാറി ഭയാനകമായ ആ രംഗത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ലക്ഷക്കണക്കിന് രക്തബീജന്മാർ കാളിദേവിയെ 4 ഭാഗത്തു നിന്നും വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് കാളിദേവിക്ക് ദുർഗാദേവിയുടെ ഒരു സന്ദേശം ലഭിച്ചു. അതിൽ ദുർഗാദേവി കാളിദേവിയോട് രക്തബീജനു മുകളിൽ ആക്രമണം നിർത്താൻ നിർദ്ദേശിച്ചു. എല്ലാ രക്തബീജരെയും ഒരടിക്ക് തീർക്കാനുള്ള ഉപായം പറഞ്ഞു കൊടുത്തു. രക്തബീജന്മാർ 4 വശത്തു നിന്നും ദേവിയെ ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദേവി തൻ്റെ വാളാൽ അവരെ ചെറുത്തു നിന്നു. പിന്നീട് നിരവധി ആക്രമണങ്ങൾക്കിടയിൽ കാളിദേവി ഉച്ചത്തിൽ ഗർജിക്കുന്നതിനോടൊപ്പം തൻ്റെ വലിപ്പവും വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ഗർജനം വളരെ ഉച്ചത്തിലും ഫലപ്രദവുമായിരുന്നു. ഇതിൻ്റെ ആഘാതത്തിൽ രക്തബീജരെല്ലാം ബലഹീനരായി വായുവിൽ അവിടെയും ഇവിടെയുമായി തെറിച്ചു വീഴാൻ തുടങ്ങി. ഇതിനിടയിൽ കാളിദേവി ഒരു അതിഭീമാകാരവും ഭയാനകവുമായ രൂപം കൈക്കൊണ്ട് തൻ്റെ എല്ലാ ശക്തിയും സംഭരിച്ച് ദീർഘമായി ശ്വസിക്കുന്നതിനോടൊപ്പം രക്തബീജരെ ഓരോന്നായി വായിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. അവരെ പച്ചയ്ക്ക് ചവച്ച് തിന്നാനും തുടങ്ങി. പച്ചയ്ക്ക് അവരെ ചവച്ച് അവരുടെ രക്തം മുഴുവനും പാനം ചെയ്യാനും തുടങ്ങി. കുറേ സമയത്തേക്ക് ദേവി ഇപ്രകാരം ചെയ്തതിനാൽ ഭൂമിയിലുള്ള മുഴുവൻ രക്തബീജന്മാരും കാളിദേവിയാൽ ഭുജിക്കപ്പെട്ടു. ഇത് കണ്ട് ഗന്ധർവനും യക്ഷനും ഉൾപ്പെടെയുള്ള എല്ലാ ദേവീദേവന്മാരും വളരെ സന്തുഷ്ടരായി കാളിദേവിയുടെ മേൽ പുഷ്പവൃഷ്ടി തുടങ്ങി. പക്ഷേ വളരെ നേരം കഴിഞ്ഞിട്ടും കാളിദേവിയുടെ കോപം ശമിച്ചില്ല. ഇത് കണ്ട് എല്ലാ ദേവന്മാരുടെയും ആശങ്കകൾ കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ രക്തബീജരെ മുഴുവനും പച്ചയ്ക്ക് ചവച്ചതിന് ശേഷം അവരുടെ രക്തത്തിൻ്റെ ദോഷഫലങ്ങൾ കാരണം കാളിദേവിയുടെ സമനില തെറ്റിയിരുന്നു. അവരുടെ തീവ്ര കോപത്താൽ മുഴുവൻ ഭൂമിയെയും നശിപ്പിക്കാനുള്ള അഗ്നി അവരുടെ ഉള്ളിൽ ജ്വലിച്ചു. ഇത് കണ്ട് ഇന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ദേവന്മാരും ചിന്താവിഷ്ടരായി. പിന്നെ അവർ ഭഗവാൻ വിഷ്ണുവിനെ ഓർത്തു. അതിനുശേഷം ഭഗവാൻ വിഷ്ണു കൈലാസത്തിലെത്തി. എല്ലാ ദേവന്മാരും കാളിദേവിയെ തടയാൻ വിഷ്ണുവിനോട് അപേക്ഷിക്കാൻ തുടങ്ങി. ഭഗവാൻ വിഷ്ണു അത് അസാധ്യമായ കാര്യമാണെന്നും മഹാദേവന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. ഭഗവാൻ വിഷ്ണു ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും മഹാദേവന്റെ ഗാഠമായ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം മഹാദേവൻ കണ്ണുകൾ തുറന്നു ഭഗവാൻ വിഷ്ണുവിനെ വണങ്ങി സ്വന്തം കണ്ണുകളാൽ കൈലാസം തകർന്ന നിലയിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ എല്ലാ ദേവന്മാരും മഹാദേവനോട് കാര്യം മുഴുവൻ വിസ്തരിച്ചു പറഞ്ഞു. അതിനുശേഷം മഹാദേവന്റെ ദൃഷ്ടി വളരെ ദൂരം വരെ ചെന്നു.
ഭീമാകാരമായ ദേവതയായ കാളിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ മഹാദേവൻ തൻ്റെ സ്ഥാനത്ത് നിന്ന് അപ്രത്യക്ഷനായി രൂപം മാറി നേരെ വരുന്ന കാളിദേവിയുടെ വഴിയിൽ കിടന്നു. അതിനുശേഷം അതിയായ കോപത്തോടെ നടക്കുമ്പോൾ വഴിയിൽ വെച്ച് പെട്ടെന്ന് കാളിദേവിയുടെ പാദങ്ങൾ മഹാദേവന്റെ നെഞ്ചിൽ പതിച്ചു. കാളിദേവിക്ക് തൻ്റെ കാൽക്കീഴിൽ കിടക്കുന്ന മഹാദേവനെ കണ്ട ഉടനെ അവരുടെ എല്ലാ കോപവും ശമിച്ചു. അവർക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അതിനുശേഷം പെട്ടെന്ന് കാളിദേവി സാധാരണ വലിപ്പത്തിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങി. പാർവതി ദേവിയുടെ രൂപം സ്വീകരിക്കാനും തുടങ്ങി. അവർ ബോധരഹിതയായി നിലത്ത് വീഴാൻ തുടങ്ങുമ്പോൾ ഇത് കണ്ട മഹാദേവൻ പാർവതി ദേവിയെ പിടിച്ചുയർത്തി തൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. പാർവതി ദേവി അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എല്ലാ ദേവീദേവന്മാർക്കും ആശങ്കയുണ്ടായി. പക്ഷേ മഹാദേവൻ പാർവതി ദേവിയെ ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇത് കണ്ട് എല്ലാ ദേവീദേവന്മാരും ഉൾപ്പെടെ മുഴുവൻ കൈലാസവും സന്തോഷത്തോടെ നൃത്തം ചെയ്തു. എന്നാൽ കാളിയുടെ രൂപം സ്വീകരിച്ചതിനാൽ പാർവതി ദേവിയുടെ നിറം ഇരുണ്ടുപോയി. അതുമൂലം പാർവതി ദേവിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. തുടർന്ന് മഹാദേവൻ പാർവതി ദേവിയെ ബ്രഹ്മദേവനെ തപസ് ചെയ്യാനായി ഉപദേശിച്ചു. പാർവതി ദേവി കൈലാസത്തിൽ നിന്ന് ദൂരെ പോയി മറ്റൊരു പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇരുന്ന് ബ്രഹ്മദേവനെ തപസ്സിൽ മുഴുകി. പാർവതി ദേവി ഏതാനും വർഷങ്ങൾ ബ്രഹ്മാവിന്റെ തപസ്സിൽ മുഴുകി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബ്രഹ്മദേവൻ പാർവതി ദേവിയുടെ മുമ്പായി പ്രത്യക്ഷപ്പെടുകയും ഒരു വരം ചോദിക്കാനായി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ പാർവതി ദേവി ബ്രഹ്മദേവനോട് തൻ്റെ നിറവും ഭാവവും തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ബ്രഹ്മദേവൻ തൻ്റെ തന്ത്രശക്തി ഉപയോഗിച്ച് കാളി അവതാര സമയത്ത് ശിവന്റെ വിഷം ദുർഗാദേവിയുടെ ശക്തിയുമായി സംയോജിപ്പിച്ച് ഉത്പാദിച്ചിരുന്ന ഊർജത്തെ പുറത്തെടുത്ത് പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. അതിൻ്റെ ഫലമായി പാർവതി ദേവിയുടെ നിറം പഴയതുപോലെയായി. അപ്പോൾ പാർവതി ദേവി വളരെ സന്തുഷ്ടയായി. തുടർന്ന് പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ആ ശക്തമായ ഊർജം വളരെ സുന്ദരിയായ ഒരു തരുണിയായി രൂപാന്തരപ്പെട്ടു. ആ സ്ത്രീയുടെ ദിവ്യത്വവും തേജസ്സും കണ്ട് പാർവതി ദേവിയും ബ്രഹ്മദേവനും വളരെ സന്തോഷിക്കുകയും അവർക്ക് കൗശികി എന്ന പുതിയൊരു മഹത്തായ പേര് നൽകുകയും ചെയ്തു. കൂടാതെ ശുംഭൻ നിശുംഭൻ എന്നീ 2 അസുര സഹോദരന്മാർ വരുന്നതുവരെ കൊടുമുടിയിൽ ധ്യാനത്തിൽ മുഴുകാൻ ബ്രഹ്മാവ് കൗശികി ദേവിയോട് കൽപ്പിച്ചു. എന്തെന്നാൽ വരാൻ പോകുന്ന നാളുകൾ അദ്ദേഹം നേരത്തെ കണ്ടിരുന്നു.